സാരല്ല, കുട്ടികളല്ലേ, ഓല് തമാശക്ക് കാട്ടിയതല്ലേന്ന്. ബാലിച്ചേട്ടാ, വേറെന്താ കഴിക്കാനുള്ളത്? കുട്ടിപ്പട്ടാളം വന്നല്ലോ. എന്താ മക്കളെ? എന്ത് നല്ല മക്കളാ! ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ മക്കളെ കിട്ടാന്ന് പറഞ്ഞതും ബാലുവിന്റെ ഭാഗ്യാ. അതെ അതെ, എന്റെ മക്കള് തന്നെയാ എന്റെ ഭാഗ്യം. അല്ല, ഈ കൂമ്പിപ്പാറു എന്താ ഇങ്ങനെ മുഖം? നല്ല സങ്കടം ഉണ്ടല്ലോ. എന്താ പറ്റി പാറു? അമ്മയുടെ അടുത്തുനിന്ന് വഴക്ക് കേട്ടോ? അവിടെ എന്തെങ്കിലും കുറുമ്പ് കാട്ടിയോ നീയ്? പിന്നെ എന്താ ശിവ അവൾക്ക് പറ്റിയത്? ആഹാ, അത് സുൽഫീക്കറിന്റെ മുഖത്തും കാണുന്നുണ്ടല്ലോ. ഐ, അങ്ങനെ പറയരുതേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് തീർക്കാന്നേ. തീർക്കാൻ പറ്റാത്ത എന്താണ് പാറുക്കുട്ടിയെ? പാറുവിന് ഇപ്പൊ ചിരി വരും. അച്ഛന്റെ പാറുക്കുട്ടിക്ക് ഇങ്ങനെ നിക്കാൻ പറ്റൂല. അച്ഛന്റെ മുഖത്തേക്കൊന്ന് നോക്ക്. അയ്യേ, ഇതിനായിരുന്നോ? ഞാനും വിചാരിച്ചു എന്തോ ഒരു വലിയ കാര്യാവൂന്ന്. മുത്തശ്ശി, എനിക്കിപ്പോ കല്യാണം വേണ്ട മുത്തശ്ശി. എനിക്ക് പഠിക്കണം. അല്ലെങ്കിൽ ഞാനും എന്റെ അമ്മ കഷ്ടപ്പെട്ട പോലെ ഞാനും കഷ്ടപ്പെടേണ്ടി വരില്ല മുത്തശ്ശി. മുത്തശ്ശി എന്ത് ചെയ്യാനാ മക്കളെ? മുത്തശ്ശി പറ മാമനോട് എന്റെ കല്യാണം ചേച്ചിനെ കെട്ടിക്കല്ലേന്ന്. മുത്തശ്ശി എന്താ ചെയ്യാ മക്കളെ? മുത്തശ്ശിക്ക് അവരൊക്കെ പറയുന്നത് അനുസരിക്കാനേ പറ്റുള്ളൂ. മുത്തശ്ശി, ഞാൻ സമ്മതിക്കത്തില്ല മുത്തശ്ശി. ശിവച്ചി കണ്ടോ, കല്യാണ ചേച്ചി നിർബന്ധിച്ച് കെട്ടിക്കൊന്നാ പറയണത്. ഞാനും കേട്ടോ. നമ്മൾ എന്താ ഇനി ചെയ്യാ? നമുക്ക് നേരെ അമ്മനോടും ബാലു അച്ഛനോടൊക്കെ പറഞ്ഞാലോ? അവരോടൊക്കെ പറഞ്ഞിട്ട് എന്താ പാറു കാര്യം? അവരൊക്കെ പറഞ്ഞ ഇവരുടെ മാമൻ കേൾക്കുവോ? ഹലോ, എന്താണ് ഇവിടെ ഒരു കണ്ണീർപ്പുഴ? മോളെ, നീയെങ്കിലും മനസ്സിലാക്ക് ഒരു പെൺകുട്ടിയുടെ മനസ്സ്. എന്ത് മനസ്സിലാക്കണമെന്നാ നിങ്ങൾ പറയുന്നത്? മാമി, എനിക്ക് കല്യാണം വേണ്ട മാമി. എനിക്ക് പഠിക്കണം. ദാ പെണ്ണെ, നീ മിണ്ടാതിരുന്നോണം. നിന്റെ അച്ഛനും അമ്മയും വലിയ പണക്കാരൊന്നുമല്ല. വെറും ഭിക്ഷക്കാരായിരുന്നു, ഭിക്ഷക്കാര്. കോടിക്കണക്കിന് സ്വത്ത് നിങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചു വെച്ചിട്ടില്ല അവർ പോയത്. ഒരുപാട് കടവും ബാധ്യതയും ഞങ്ങൾക്ക് തന്നിട്ടാ അവർ നിങ്ങളെ ഉപേക്ഷിച്ചു പോയത്. നിങ്ങൾ ഞങ്ങൾക്കൊരു ബാധ്യത തന്നെയാണ്. അത് എങ്ങനെയെങ്കിലും എന്റെ തലയിൽ നിന്ന് ഇറക്കി വെക്കണം. മാമി, എന്നാലും എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണം. പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഇപ്പൊ ഒത്തു വന്നിരിക്കുന്നത് നല്ലൊരു ബന്ധമാണ്. അത് തട്ടിത്തെറിപ്പിച്ച് കളയാൻ നിൽക്കരുത് നിങ്ങള്. നിങ്ങളുടെ എല്ലാ കഷ്ടകാലവും ചിലപ്പോൾ ഇതോടെ തീരുമായിരിക്കും. ഞങ്ങളുടെയും. നാളെ അവർ വരും. അപ്പൊ നീ ഒരുങ്ങിക്കെട്ടി അവരുടെ മുൻപിലേക്ക് അങ്ങ് ചെന്ന് നിന്നാ മതി. വേറെയുള്ള കാര്യങ്ങളൊന്നും ആലോചിച്ച് തല പുണ്ണാക്കേണ്ടതില്ല.
നിങ്ങൾക്ക് 3 നേരം ഭക്ഷണം തരാൻ അറിയാമെങ്കിൽ നിന്റെ കല്യാണക്കാര്യവും ഞാൻ തന്നെ തീരുമാനിക്കും. ഇത് ഈ താരയുടെ വാക്കാ. നാശങ്ങൾ കൂടെ കൂടിയിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയുമില്ല. മരിച്ചു പോയവർക്ക് അങ്ങോട്ട് പോയാ മതിയല്ലോ. മോളെ, ഇങ്ങനെയൊന്നും പറയരുത്. ദൈവം എന്നൊരാൾ മേലെയുണ്ട്. ആഹാ, ഉണ്ടോ? എങ്കിലേ കണക്കായി പോയി. ആ ദൈവത്തോടെ നന്നായി പ്രാർത്ഥിക്ക്, നിങ്ങളും കൂടെ രക്ഷപ്പെടാൻ. തള്ളേ, ആ പെണ്ണിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. നല്ലൊരു ബന്ധവാ ഒത്തു വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഭാഗ്യമാണ്. നിങ്ങളെ 3 പേരെയും അവർ നോക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുടുംബമാണ് വലുത്, അല്ലാതെ നിങ്ങളുടെ കാര്യം നോക്കി നടക്കലല്ല. കല്യാണി ചേച്ചി, മോളെ കല്യാണി കരയാതെ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോന്ന് നോക്കട്ടെ. ഈ മുത്തശ്ശിക്ക് എന്റെ മക്കളെ നോക്കാനുള്ള കഴിവ് ഇല്ലാതായി പോയല്ലോ ദൈവമേ. മുത്തശ്ശി, ഞാൻ എവിടെയെങ്കിലും ഷോപ്പിൽ പോയി നിൽക്കാം. അപ്പൊ നമുക്ക് ചെലവിനുള്ള കാശൊക്കെ കിട്ടുമല്ലോ. അതിന് മോളുടെ ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടേ? ഇവിടെ നിന്നെ വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല മുത്തശ്ശി, എനിക്കറിയില്ല മുത്തശ്ശി. എന്റെ കയ്യിലേക്ക് ഈ 2 തങ്കക്കുടങ്ങളെയും വെച്ച് തന്നിട്ട് അവര് 2 പേരും പോയില്ലേ മക്കളെ? അവരിതൊക്കെ കാണുന്നുണ്ടോ എന്തോ? എന്റെ മക്കൾ വിഷമിക്കാതിരിക്കെ മുത്തശ്ശി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നോക്കാം. ആലോചിക്കട്ടെ സുൽഫീക്കറെ, ആലോചിക്കട്ടെ. പാർക്കുട്ടി വേഗം പറഞ്ഞോട്ടോ, സമയം ഇപ്പൊ പോണു. ഒരു പെണ്ണ് കാണാൻ ഇപ്പൊ വരും. എന്തെങ്കിലും ബുദ്ധി തെളിയണേ, എന്റെ മണ്ടിയിൽ എന്തെങ്കിലും ബുദ്ധി തെളിയണേ. ഈ കല്യാണം മുടക്കാന്. പാറു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് കാര്യമില്ല, സമയമില്ല ഇനി. ശിരിച്ചി, ഒരു ഐഡിയ ഉണ്ട്. വർക്ക് ആവുമെന്നൊന്നും അറിയൂല. പാറു, എന്താ ഐഡിയ? നമുക്ക് നമ്മുടെ അച്ഛനോട് പറഞ്ഞാലോ? എന്നിട്ട് ഇവിടെ വേറെ ആളുകളോടും പറയാം. ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാതെ അങ്ങനെ അവിടെ കെട്ടിച്ചുവിടാനൊന്നും പറ്റില്ലല്ലോ. അതൊന്നും നടക്കൂല പാറു. അവരുടെ കാര്യത്തിനൊന്നും ആരും ഇടപെടൂല. അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛൻ കേൾക്കും ശിരിച്ചി. പാറു, നമ്മുടെ അച്ഛൻ കേൾക്കും. പക്ഷേ അവരൊന്നും അത് കേൾക്കൂല. പിന്നെ പിന്നെ എന്താ ഒരു ഐഡിയ? ശിവ, ഇന്ന് ലീവല്ലേ? അതെ കല്യാണി ചേച്ചി, ഇന്ന് ഞായറാഴ്ച അല്ലേ? കല്യാണി ചേച്ചി എവിടെ പോവാ? മാമി പറഞ്ഞു വീട്ടിലേക്കുള്ള സാധനങ്ങൾ കടയിൽ പോയി മേടിക്കാൻ. അതിന് പോവായിരുന്നു. കല്യാണി ചേച്ചിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് കല്യാണി ചേച്ചി പറ്റൂലെന്ന് പറഞ്ഞോ? ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും കല്യാണി ചേച്ചിയുടെ കൂടെ. പാറു, നിനക്ക് അവരെ കുറിച്ച് ഒന്നും അറിയില്ല, അതാ അങ്ങനെയൊക്കെ പറയുന്നത്. എന്നാലും ഇഷ്ടമില്ലാത്ത ആളെ കാണാൻ വരുമ്പോ എങ്ങനെയാ മുന്നിൽ പോയി നിൽക്കണേ? പോവണ്ട കല്യാണി ചേച്ചി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശിവ. അവർക്ക് ഞങ്ങൾ അവിടുന്ന് എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അതിനുള്ള പണിയാ. അത് നിങ്ങളുടെ കൂടെ വീടല്ലേ, പിന്നെ എന്തിനാ നിങ്ങൾ അവിടുന്ന് മാറിക്കൊടുക്കുന്നേ? ഞങ്ങളുടെ അമ്മയും അച്ഛനും കാരണം അവർക്ക് കുറെ കടബാധ്യത വന്നു എന്നാ അവര് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആ വീട്ടിൽ നിന്നും പോയി കിട്ടിയ അവർക്ക് പിന്നെ സ്വസ്ഥായല്ലോ.